ചെമ്പനിപ്പൂ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. രേവതിക്ക് വലിയൊരു ഓർഡർ കിട്ടി എന്നുള്ള കാര്യം സന്തോഷത്തോട് കൂടിയിട്ട് വീട്ടിൽ വന്ന് പറയുന്നത് വരെയായിരുന്നു നമ്മൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ രേവതിക്ക് ഇത്രയും വലിയൊരു നേട്ടമൊന്നും ചന്ദ്രയ്ക്ക് അത്ര വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല. ചന്ദ്ര പറയുന്നത് ഇതൊന്നും വലിയ നേട്ടമല്ല, ശ്രുതി ഇപ്പോ സ്വന്തമായിട്ട് ബ്യൂട്ടി പാർലർ വെച്ച് നടത്തുവാണല്ലോ, ശ്രുതി സ്വന്തമായിട്ട് ഷോറൂം വെച്ച് നടത്തുന്നുണ്ടല്ലോ, അതൊക്കെയാണ് വലിയ കാര്യം. അല്ലാതെ ഇവള് നാട് തോറും തെണ്ടിയിട്ടായിരുന്നു പൂ കൊടുത്തോണ്ടിരുന്നത്, ഇപ്പോ മണ്ഡപത്തിൽ കൊണ്ടുപോയിട്ട് കൊടുക്കുന്നു, അത്രയല്ലേ വ്യത്യാസമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയെ വീണ്ടും താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചന്ദ്ര ശ്രമിക്കുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഒക്കെ നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിനകത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. അഡ്വാൻസ് ആയിട്ട് 10,000 രൂപ കിട്ടിയത് സച്ചിയുടെ കയ്യിലേക്ക് രേവതി കൊടുക്കുമ്പോഴാണ് കണ്ണും തുറച്ച് നോക്കി നിൽക്കുന്നത് അമ്മയും മോനും. 10,000 രൂപ അഡ്വാൻസ് അച്ഛൻ കൊടുത്തത് കണ്ടോ എന്ന് ചോദിച്ചിട്ട് സച്ചി ആ പണം കൊണ്ടുപോയിട്ട് അച്ഛനെ കാണിക്കുന്നുണ്ട്. എടാ, ഓർഡർ കൊടുത്ത ആൾക്കാര് പണം കൊടുക്കുക തന്നെ ചെയ്യുമല്ലോ അഡ്വാൻസ് ആയിട്ട്. എന്തായാലും രേവതി, നീ എല്ലാവർക്കും ബിരിയാണി ഉണ്ടാക്കുക കേട്ടോ. എത്ര പേർക്ക് ഉണ്ടാക്കണോ എന്നുള്ള കാര്യം രേവതി ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട ശ്രീകാന്ത് ആണെങ്കിൽ ചേച്ചിയെ ഞാനും സഹായിക്കാന്ന് പറയാണേ. രേവതിയെ സഹായിക്കുന്ന കാര്യം ശ്രീകാന്ത് പറയുന്നത് കേൾക്കുമ്പോ, എടാ നീ അവിടെ ജോലി എടുത്തിട്ടല്ലേ വരുന്നത്, എന്നിട്ട് ഇവിടെ വന്നിട്ട് നീ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണോ? വേണ്ട ശ്രീകാന്ത്, അതിനൊന്നും ആവശ്യമില്ല, ഞാൻ തന്നെ ചെയ്തോളാം എന്ന് രേവതി പറയുന്നുണ്ട്. എന്നാൽ ശ്രുതിക്കും അതുപോലെ തന്നെ ചന്ദ്രയ്ക്കും വേണ്ടിയിട്ട് ബിരിയാണി ഉണ്ടാക്കണ്ട എന്ന് ചന്ദ്ര പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ചന്ദ്ര അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണേ. അത് മറ്റൊന്നും കൊണ്ടല്ല രവിയേട്ടാ, ഞാനും ശ്രുതിയും വ്രതത്തിലാണുള്ളത്, അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുന്നത് കേട്ട ഉടനെ തന്നെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഭക്ഷണമൊന്നും കഴിക്കണ്ട, ബാക്കി എല്ലാവർക്കും രേവതി ബിരിയാണി ഉണ്ടാക്കിക്കോ, ഞാൻ പോയിട്ട് ഇറച്ചി മേടിച്ചോണ്ട് വരാ എന്ന് പറഞ്ഞ് സച്ചി പോകുമ്പോഴേക്കും, വേണ്ട സച്ചിയേട്ടൻ പോണ്ട, രേവതിയുടെ കൂടുതലൊരു ചേച്ചിയുണ്ട്, ആ ചേച്ചി നന്നായിട്ട് ബിരിയാണി ഉണ്ടാക്കും, ഞാൻ ആ ചേച്ചിയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ബിരിയാണിന്റെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാ എന്ന് പറഞ്ഞിട്ടാണ് രേവതി ആവശ്യമുള്ള പൈസ എടുത്ത് ബാക്കി സച്ചിയുടെ കയ്യിൽ കൊടുത്ത് കൊഞ്ചിനകത്ത് ഇടാനൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ ഓരോരുത്തർ ഓരോ വഴിക്ക് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ, അമ്മയതേ കണ്ടില്ല, അവര് ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു, അത് കഴിക്കാനുള്ള ഇത് നീയായിട്ട് മുടക്കിയില്ലടാ, അവന്റെ ഒരു പരിഹാരം ചെയ്യല്, ഒന്ന് പോടാ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തിലാണ് കേട്ടോ ചന്ദ്ര ഉള്ളിലേക്ക് കയറി പോകുന്നത്. തുടർന്ന് നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ രേവതിയുടെ കൂടെ പൂ കെട്ടുന്ന ചേച്ചി ഉണ്ടല്ലോ, ആ ചേച്ചിയെ കാണുവാണേ. എന്താ രേവതി, നീ പൂ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ, അല്ല ചേച്ചി, പൂ കൊടുക്കലൊക്കെ കഴിഞ്ഞു, ഇന്ന് വീട്ടില് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എന്താ രേവതി വിശേഷം എന്ന് ഉടനെ തന്നെ ആ ചേച്ചി ചോദിക്കുന്നുണ്ട്. ചേച്ചി, ഞാൻ മണ്ഡപത്തിലെ ഓർഡർ എടുത്ത് ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരുപാട് നാളായിട്ടുള്ള എന്റെ ആഗ്രഹമാണ്, അതിന്റെ ആദ്യത്തെ ഓർഡർ എനിക്ക് കിട്ടി, അത് വലിയൊരു ആഘോഷമാക്കി മാറ്റണമെന്ന് സച്ചേട്ടൻ പറഞ്ഞു, അതിന് വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുന്നത്. ആഹാ, ഇത് നല്ല കാര്യമാണല്ലോ, നിന്റെ നല്ല മനസ്സിന് രേവതി എല്ലാം നല്ലതായിട്ട് തന്നെ നടക്കുള്ളൂ. ചേച്ചി നന്നായിട്ട് ബിരിയാണി ഉണ്ടാക്കുമല്ലോ, എങ്ങനെയാ ഉണ്ടാക്കേണ്ടതെന്നുള്ള കാര്യം എനിക്കൊന്ന് പറഞ്ഞു തരുമെന്ന് ചോദിക്കുകയാണ്. ചേച്ചി വീട്ടിലേക്ക് വന്നിട്ട് കഴിച്ചിട്ട് പോയെന്നും കൂടി പറയുന്നുണ്ട്. ഇല്ല രേവതി, എനിക്ക് വീട്ടിലേക്ക് വരാനൊന്നും സമയമില്ല, ഇന്ന് വൈകുന്നേരം എന്റെ അമ്മായിമ്മ സുഖമില്ലാതെ കിടക്കാണ്, കാണാൻ വേണ്ടിയിട്ട് പോകണം, എങ്ങനെയാ ഉണ്ടാക്കേണ്ടതെന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞു തരാം. ബിരിയാണി ഉണ്ടാക്കുന്നതിൽ ആദ്യം തന്നെ നല്ല ഇറച്ചി മേടിക്കണം, അപ്പോൾ മാത്രമേ ബിരിയാണി നല്ല ടേസ്റ്റ് ആവുള്ളൂ. എനിക്ക് അറിയുന്ന ഒരു ഇറച്ചിക്കടയുണ്ട്, അദ്ദേഹം നന്നായിട്ട് ബിരിയാണിയുടെ കഷ്ണങ്ങളൊക്കെ വെട്ടിത്തരും, മേടിക്കാൻ വേണ്ടിയിട്ട് നിന്നെ ഞാൻ കടയിലേക്ക് കൊണ്ടുപോകാം, പോകുന്ന വഴിയിൽ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ കൂടെ ആ ചേച്ചിയും പോകുന്നുണ്ട്. ഇവര് ഇറച്ചി വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത് മറ്റെവിടെയോ അല്ല, നമ്മുടെ ബീരാന്റെ കടയിലേക്കാണ്. അങ്ങനെ ബീരാന്റെ കടയുടെ മുമ്പിൽ വണ്ടി കൊണ്ടുപോയിട്ട് നിർത്തുന്നുണ്ട്, കട കാണിച്ചു കൊടുക്കുന്നുണ്ട്. ബീരാന്റെ ഉള്ളിലായതുകൊണ്ട് കാണുന്നില്ല. ഇതാണ് രേവതി ഞാൻ പറഞ്ഞ കട, ഇവിടുന്നാണ് ഞാൻ സ്ഥിരമായിട്ട് ഇറച്ചി മേടിക്കാറ്, ഇവിടുന്നാകുമ്പോ അദ്ദേഹം നന്നായിട്ട് ഇറച്ചി ഉള്ളത് തന്നെ നമുക്ക് തരും, പിന്നെ ഞാൻ ചെന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം നല്ല കഷ്ണങ്ങളായിട്ട് വെട്ടിത്തരുന്നൊക്കെ പറയാണ് കേട്ടോ. ശരി ചേച്ചി എന്ന് രേവതി പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ബീരാന്റെ കടയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നത്. പക്ഷേ ഇടയ്ക്ക് രേവതിയുടെ ഫോണിലേക്ക് അമ്മ വിളിക്കുന്നുണ്ട് കേട്ടോ. ചേച്ചി നടന്നോ, ഞാൻ വരാ എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്നുകൊണ്ട് ഫോണിൽ സംസാരിക്കുകയാണ്. രേവതി വാങ്ങണ്ടേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ചേച്ചി, ഒരു 15 പേർക്കാണ് ഭക്ഷണം ഉണ്ടാക്കേണ്ടത്, അങ്ങനെയാണെങ്കിൽ ഒരു 3-3.5 കിലോനൊക്കെ മതിയാവുന്ന ആ ചേച്ചി പറയാണേ. ഞാൻ വാങ്ങിച്ചു വെക്കാം രേവതി എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി ബീരാന്റെ അരികിലേക്ക് പോവുകയാണ്. രേവതി അമ്മയുമായിട്ട് സംസാരിക്കുകയാണ്. രേവതി മണ്ഡപത്തിൽ ഓർഡർ കിട്ടിയതിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് അമ്മയുടെ അടുത്ത് സംസാരിക്കുകയാണ്. അതേസമയം ചേച്ചി പോയിട്ട് ബീരാന്റെ അടുത്ത് പറയുന്നുണ്ട്, 3.5 കിലോ ഇറച്ചി ബിരിയാണിക്ക് വേണ്ടിയിട്ടാന്ന് പറയാണേ, ഇന്നെന്താ ഒരുപാട് വാങ്ങുന്നുണ്ടല്ലോ. അതെ, വീട്ടില് ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ബീരാനിക്ക എന്തായാലും നല്ല കഷ്ണങ്ങൾ വെട്ടണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഞാൻ എപ്പോഴെങ്കിലും നിനക്ക് മോശ കഷ്ണങ്ങൾ തന്നിട്ടുണ്ടോ? ഇല്ല, എങ്കിലും ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതൊക്കെ ഇരിക്കട്ടെ, എന്താ ബിരിയാണി ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക വിശേഷം വീട്ടില്? അയ്യോ, അത് എനിക്ക് വേണ്ടിയിട്ടല്ല, എന്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട്, ദേ അവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് രേവതിയെ കാണിച്ചു കൊടുക്കുവാണേ. രേവതി അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ മുഖം മനസ്സിലാവുന്നില്ല കേട്ടോ ബീരാന്. നീ പുതിയ കസ്റ്റമറായിട്ടാണല്ലേ വന്നിരിക്കുന്നത്? ഇത് കേട്ട ചേച്ചിയാണെങ്കിൽ നല്ല ഇറച്ചി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവളും സ്ഥിരമായിട്ട് ഇവിടുന്ന് തന്നെ വാങ്ങും. ഈ ബീരാന്റെ കട എന്ന് പറയുന്നത് ചുമ്മാതാണോ? നിങ്ങളുടെ ഫ്രണ്ട് എന്തായാലും ഇനി ഒരുപാട് കസ്റ്റമേഴ്സിനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരും, അതുപോലത്തെ നല്ല ഇറച്ചി കൊടുക്കുക,
എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ആ ശരി ശരി എന്ന് മറ്റുള്ള ചേച്ചി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്. രേവതി അപ്പോഴും ഫോൺ വെച്ചിട്ടില്ല, സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ രേവതി ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ തിരിഞ്ഞുമ്പോഴേക്കും ബീരാൻ രേവതി അങ്ങ് കാണുന്നുണ്ട്. അയ്യോ, ഇത് സച്ചിയുടെ ഭാര്യയാണല്ലോ, എല്ലാം പോയി, എന്നെ കണ്ട ഇതോട് കൂടിയിട്ട് എല്ലാം തീരുന്നൊക്കെ പറഞ്ഞിട്ട് സ്പീഡിൽ ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ബീരാൻ. ശരി അമ്മേ, ഞാൻ ബിരിയാണി ചെയ്തിട്ട് എടുത്തോണ്ട് വരാ എന്ന് പറഞ്ഞിട്ട് രേവതി ഫോൺ വെച്ചിട്ട് ബീരാന്റെ അരികിലേക്ക് വരുമ്പോഴേക്കും ബീരാനാണെന്നുണ്ടെങ്കിൽ മുഖം തോർത്ത് വെച്ചിട്ട് ഇങ്ങനെ മറയ്ക്കുന്നുണ്ട്. ആ ചേച്ചി അത് കണ്ട ഉടനെ തന്നെ എന്ത് പറ്റി ചേട്ടാ, പെട്ടെന്ന് മുഖത്ത് ടവലൊക്കെ കിട്ടിയെന്ന് ചോദിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ജലദോഷം കൊണ്ടാണ്. അതും വർത്താനം പറയുന്നില്ല കേട്ടോ, എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നേ ഉള്ളൂ. രേവതി വന്ന ഉടനെ തന്നെ, രേവതി ഞാൻ പറഞ്ഞില്ലേ ഇതാണ് കട, ചേട്ടാ ഞാൻ പറഞ്ഞില്ലേ ഇതാണ് എന്റെ ഫ്രണ്ട്, ഇവളെ നന്നായിട്ട് നോക്കി വെച്ചോട്ടോ, ഇവളുടെ പേര് രേവതി എന്നാണ്. നിങ്ങൾ നല്ല ഇറച്ചി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ രേവതി ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ കടയിലേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് വരും. അതിനൊക്കെ ബീരാൻ ഇങ്ങനെ ആ എന്ന് മറുപടി മാത്രമാണ് കേട്ടോ പറയുന്നത്, അല്ലാതെ സംസാരിക്കുന്നൊന്നുമില്ല. കാരണം ബീരാന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപക്ഷെ രേവതി ഐഡന്റിഫൈ ചെയ്താലോ എന്നുള്ള ഭയം കൊണ്ടാണ്. ഇത് കേട്ട ബീരാനാണെന്നുണ്ടെങ്കിൽ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സച്ചി എന്നെ കറിക്കഷ്ണം പോലെ ഇങ്ങനെ അരിഞ്ഞ് നുറുക്കുമല്ലോ, എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ചതാണ്, പക്ഷെ എല്ലാം വീണ്ടും തിരികെ വരുവാണല്ലോ, എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമൊക്കെയാണ് കേട്ടോ ബീര ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നത്. രേവതിയുടെ ഹസ്ബൻഡ് കാർ ഓടിക്കുന്ന ആളാണ്. നിങ്ങളെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ 3-4 പേരെടുത്ത് പറയുകയും ചെയ്യും, നിങ്ങൾക്ക് നല്ല കച്ചവടം ഉണ്ടാവും. പക്ഷെ സച്ചി അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നെ മൊത്തത്തിൽ കെട്ടിക്കല്ലോ എന്നൊക്കെയാണ് ബീരാൻ മനസ്സിൽ വിചാരിക്കുന്നത്. അങ്ങനെ ബീരാനാണെങ്കിൽ ടെൻഷനിൽ ഇറച്ചി ആണല്ലോ വെട്ടാൻ പറഞ്ഞ ബിരിയാണിക്ക്, പക്ഷെ കറിക്ക് വെട്ടുന്ന രീതിയിൽ ചെറുതായിട്ട് വെട്ടുവാണേ. ചേട്ടാ നിങ്ങളടുത്ത് ബിരിയാണിക്കല്ലേ വെട്ടാൻ പറഞ്ഞേ, ചേട്ടൻ എന്താ കറിക്ക് വെട്ടുന്നത് പോലെ വെട്ടുന്നത്, ഞാൻ എവിടെ വെട്ടുന്നത്, വയറ്റിൽ അങ്ങ് പോയി പോകുന്നതല്ലേ കത്തി എന്നൊക്കെയാണ് കേട്ടോ ബീരാൻ ഇങ്ങനെ മനസ്സിൽ പറയുന്നത്. എന്നാൽ രേവതിയാണെന്നുണ്ടെങ്കിൽ എന്താ ചേച്ചി ഇയാള് സംസാരിക്കാത്തതെന്ന് ചോദിക്കുകയാണേ. ഇത് കേട്ട് ചേച്ചി പറയുന്നത് അയാൾ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്, കാരണം സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിർത്തത്തില്ല. ഇറച്ചിയൊക്കെ വെട്ടിയിട്ട് രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. ചേട്ടാ ചേച്ചി നിങ്ങളെ കുറിച്ചിട്ട് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇറച്ചി നല്ലതാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളടുത്തേക്ക് വരാട്ടോ എന്നുള്ള കാര്യം പറയുകയാണേ. അതിനൊക്കെ മൂളുന്നുണ്ട്. പണം കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണല്ലോ, എന്താ ചേട്ടാ പണം വേണ്ടെന്ന് ചോദിക്കണേ. വേണം എന്നുള്ള രീതിയിൽ മൂള് മാത്രമാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് പണം മേടിച്ച് വെക്കുന്നുണ്ട്. രേവതി ആണെങ്കിൽ പിന്നെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നില്ല, ചേച്ചിയുടെ കൂടെ അങ്ങ് പോവുകയാണ്. രേവതി പോയി കഴിഞ്ഞതിന് ശേഷം ബീരാൻ സ്വയം പറയുന്നുണ്ട്, അവള് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പോവാ എന്നുള്ള കാര്യത്തെക്കുറിച്ചല്ലേ പറയുന്നത്. അവൾക്ക് കട മനസ്സിലാകുകയും ചെയ്തു. ഇത്തവണ രക്ഷപ്പെട്ടു, പക്ഷേ അടുത്ത തവണ ഉറപ്പായിട്ടും പിടിക്കപ്പെടും. ഇതെന്തായാലും ഇങ്ങനെ വിടാൻ വേണ്ടി പറ്റില്ല. ആ ശ്രുതിയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുവാണ് കേട്ടോ ബീരാൻ. തുടർന്ന് വീട്ടിലാണ് കേട്ടോ കാണിക്കുന്നത്. ശ്രുതി പോയിട്ട് ചായ ഒക്കെ ഇട്ടിട്ട് കുടിക്കുന്നുണ്ട്. ഇതെന്താ ശ്രുതി എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ ചായയാണ്. എനിക്കും കൂടി ഒന്ന് ഇട്ടിട്ട് വരായിരുന്നു എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ രണ്ടുപേർക്കും പച്ചവെള്ളം പോലും കുടിക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ശ്രുതി ഇട്ട് കൊടുക്കാതെ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ പാത്രങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രം സച്ചിയുടെ ഒരു ഫ്രണ്ടിന്റെ കടയിൽ നിന്ന് വാടകയ്ക്ക് എടുത്തിട്ടാണ് കേട്ടോ വന്നത്. സച്ചിയുടെ 15 പേർക്ക് ഇത് കറക്റ്റ് ആയിരിക്കും. ഒരു 6 കിലോ അരിയും 4 കിലോ ഇറച്ചിയും മതി. ശ്രീകാന്ത് പറയുന്നത് കേൾക്കുമ്പോൾ നീ എന്താടാ ഹോട്ടലിൽ ലിസ്റ്റ് ഇടുന്നത് പോലെ പറയുന്നതെന്ന് ചോദിക്കുകയാണേ. ഇല്ല, ഞാൻ അറിയുന്ന കാര്യം പറഞ്ഞു, അത്രേ ഉള്ളൂ. അല്ല, എപ്പം ബിരിയാണി റെഡിയാക്കും എന്നുള്ള കാര്യം വർഷ ചോദിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കാൻ സമയമാകുമ്പോൾ കറക്റ്റ് ടൈമിൽ റെഡി ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡബിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. വർഷയും അതുപോലെ തന്നെ രേവതിയും തമ്മിൽ അടിയാണത്. ചന്ദ്ര വർഷയെ കൊണ്ട് തീറ്റിപ്പിക്കരുതെന്ന് വിചാരിച്ച് മനഃപൂർവ്വം പറയുന്നുണ്ട്. വർഷേ, ഇത് രേവതിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്, അവൾക്കെന്തോ ഓർഡർ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ്. അതറിയാലോ ആന്റി, അവരുണ്ടാക്കുന്ന ഭക്ഷണമാണല്ലോ ആന്റി ഞാൻ ഡെയിലി കഴിക്കുന്നത്. പിന്നെ ബിരിയാണി കഴിച്ചാൽ എന്താ കുഴപ്പം, എനിക്കെല്ലാം ഓക്കെയാണ്. വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ ആന്റി കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. നീ രേവതിയുടെ അടുത്ത് മിണ്ടാറില്ലല്ലോ, പിന്നെ എന്തിനാണ് അവൾക്ക് ഓർഡർ കിട്ടിയതിന്റെ ഭാഗമായിട്ടുണ്ടാക്കിയ ബിരിയാണി നീ കഴിക്കാൻ വേണ്ടി നിൽക്കുന്നത്? ആന്റി സംസാരിക്കില്ല എന്ന് വിചാരിച്ചിട്ട് എനിക്ക് കഴിക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി, അതുകൊണ്ട് ഞാൻ കഴിക്കും. കറക്റ്റാണ് വർഷ നീ പറഞ്ഞത്. നമ്മൾ ആൾക്കാർക്കിടയിൽ എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും അതൊരിക്കലും ഭക്ഷണത്തിനോട് കാണിക്കാൻ വേണ്ടി പാടില്ല. വർഷേ, നീ നന്നായിട്ട് കഴിച്ചതിന് ശേഷം നിന്റെ കൂടെ ജോലി ചെയ്യുന്ന അവർക്കും കൂടി ബിരിയാണി എടുത്തോണ്ട് പോ. അതിന് വർഷയാണെങ്കിൽ സന്തോഷത്തോടു കൂടി ഇങ്ങനെ തലയാട്ടുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ബിരിയാണി കഴിക്കുന്നു. അവർ കൊണ്ടുവന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ചന്ദ്രയ്ക്കാണെങ്കിൽ ബിരിയാണി കഴിക്കാൻ വേണ്ടി പറ്റാത്തതുകൊണ്ട് സുധിയെ തല്ലിക്കൊണ്ട് പറയുന്നുണ്ട്, എല്ലാം നീ ഒറ്റൊരുത്തം കാരണമാണോടാ എന്ന്. സാധനം മേടിക്കാൻ വേണ്ടി പോയ രേവതിയെ കാണുന്നില്ലല്ലോ. അവളിപ്പോ വരുമായിരിക്കും, നമുക്ക് എന്തായാലും റെഡിയാക്കാം എന്ന് പറയുമ്പോഴേക്കും രേവതി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. രേവതി നീ എത്തിയോ? നീ ഇറച്ചി മേടിച്ചിട്ടല്ലേ വന്നത്? അതൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട്. അല്ല രേവതി, ഇത്രയും വലിയ പാത്രം എന്തായാലും അടുക്കളയിൽ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അത് കേട്ട് ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ഞാനും അതുപോലെ സുധിയും വ്രതത്തിലാണുള്ളത്, അതുകൊണ്ട് മാംസങ്ങളൊന്നും ഉള്ളിന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന് പറയണേ. നമുക്ക് പുറത്ത് സെറ്റപ്പ് ഒരുക്കാൻ രേവതി, നീ പോയിട്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വാ എന്ന് പറഞ്ഞിട്ട് സച്ചിയും ശ്രീകാന്തും വർഷയും എല്ലാവരും കൂടി ചേർന്നിട്ട് പുറത്ത് പോയിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണെ.
പോകുന്നതിന് മുമ്പായിട്ട് അച്ഛൻ്റെ അടുത്ത് കുറച്ചു നേരം പോയിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഫുഡ് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛനെ ടേസ്റ്റ് ചെയ്യാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ശരി കാര്യങ്ങളൊക്കെ വേഗം നോക്കുക എന്ന് പറഞ്ഞിട്ട് രവി അങ്ങ് പോവാണ്. അങ്ങനെ ഇവരുടെ ഒരുക്കങ്ങളും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ചന്ദ്രയ്ക്കാണ് കേട്ടോ കലിപ്പ്. ചന്ദ്രയ്ക്ക് ബിരിയാണി കഴിക്കാൻ വേണ്ടി പറ്റാത്തതിന്റെ ആ ദേഷ്യം സുധിയെ നോക്കി പഠിപ്പിച്ചൊക്കെ തീർക്കുന്നുണ്ട്. അങ്ങനെ ബിരിയാണിയുടെ പ്രിപ്പറേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വർഷയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ഇറച്ചി നല്ലതല്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ നല്ലതാണെന്നാണ് ചേച്ചി പറഞ്ഞത്. എന്തായാലും കഴിച്ചു നോക്കിയാൽ അറിയാൻ വേണ്ടി പറ്റുമല്ലോ. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയതുകൊണ്ട് തന്നെ അതിന്റെ സ്മെല്ല് ഇങ്ങനെ അകത്തേക്ക് എത്തുന്നുണ്ട്. വ്രതമെടുത്ത് ക്ഷീണിച്ചിരിക്കുന്ന ശ്രുതിയുടെയും അതുപോലെ ചന്ദ്രയുടെയും മൂക്കിലേക്ക് ബിരിയാണിയുടെ മണം വരുന്നുണ്ട്. ശ്രുതിക്കും ആ മണം കിട്ടുന്നുണ്ട്. അവരുടെ അരികെ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ. ചന്ദ്രയ്ക്കാണെങ്കിൽ കൊതി കൊണ്ട് വായിൽ വെള്ളമൊക്കെ നിറയുന്നുണ്ട്. പക്ഷെ ശ്രുതിയെ നോക്കി പേടിപ്പിക്കുന്നുണ്ട്. അമ്മേ നല്ല മണം വരുന്നുണ്ടല്ലേ എന്ന് ശ്രുതി പറയുമ്പോൾ മണക്കാൻ മാത്രമല്ലേ പറ്റുള്ളൂ, അല്ലാണ്ട് കഴിക്കാൻ വേണ്ടി പറ്റില്ലല്ലോടോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയ്ക്ക് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് ശ്രുതി അടിക്കാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവരുടെ അവസ്ഥയൊക്കെ കാണുമ്പോൾ ശ്രുതിക്ക് ശരിക്കും ചിരിയാണ് വരുന്നത്. അതിനിടയ്ക്ക് ശ്രുതിയുടെ അടുത്ത് താങ്ക്സ് പറയുന്നുണ്ട്. എന്തിനെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അല്ല അന്ന് ജോത്സ്യം വിളിച്ച സമയത്ത് നിന്റെ അടുത്ത് ചോദിച്ചില്ലേ നിനക്ക് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന്, ആന്റിയുടെ പേര് പറഞ്ഞല്ലോ, എന്റെ പേര് പറയാതെ, അതിനാണ് താങ്ക്സ്. കേട്ടല്ലോടാ, നീ ഒറ്റൊരുത്തം കാരണം ഞാൻ പട്ടിണി കിടക്കുന്നത് പോരാതെ ആ ബിരിയാണിയും കഴിക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയായി. അമ്മേ നമുക്ക് ബിരിയാണി നാളെയും കഴിക്കാലോ. എന്നാ എന്റെ ബിസിനസിനും അതുപോലെ അമ്മേന്റെ ജീവനും ആപത്താണ് ആ മുട്ട കാരണം. ബിരിയാണിയുടെ കൊതി കൊണ്ട് നമ്മുടെ ജീവൻ കളയാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. ഉടനെ തന്നെ നീ ഇത് പറഞ്ഞു. ബിരിയാണി പുറത്തുനിന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ മണമൊക്കെ കിട്ടിയിട്ട് ശ്രുതിയും അതുപോലെ ചന്ദ്രയും കൂടി ചേർന്നിട്ട് വാതിക്കുന്ന ഇങ്ങനെ ഏന്തി നോക്കുന്നുണ്ട് കേട്ടോ. അവരവിടെ എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യം. ബിരിയാണിയൊക്കെ റെഡിയായോ എന്നുള്ള രീതിയിലാണ് ഏന്തി നോക്കുന്നത്. ഇവര് മൂന്നുപേരും നോക്കുന്നത് കണ്ടുകൊണ്ടാണ് രവി അങ്ങോട്ടേക്ക് വരുന്നത്. സൈഡ് പ്ലീസ് എന്നൊക്കെ പറയും. ഇവര് ഏന്തി നോക്കുവാണല്ലോ. ആകെ ചമ്മിയതുപോലെ അതൊന്നും അല്ലാത്ത രീതിയിൽ ഇങ്ങനെ മാറിയൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ രവി പുറത്ത് പോയിട്ട് ബിരിയാണി ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്. ഇറച്ചിയൊക്കെ നല്ല പൂ പോലെ സോഫ്റ്റ് ആണ്. കൈപുണ്യം അതുപോലെ തന്നെ ഉണ്ട്. എന്തായാലും കുറച്ചും കൂടി താടാ എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടി മേടിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ രവി. അച്ഛാ സൂപ്പർ ആയിട്ടുണ്ടെന്ന് സച്ചിൻ കഴിച്ചു നോക്കുമ്പോൾ പറയുന്നുണ്ട്. എന്തായാലും ഇറച്ചി നല്ലതാണ് കേട്ടോ രേവതി, ഇനി നീ ആ കടയിൽ നിന്ന് തന്നെ മേടിച്ചാൽ മതി എന്ന് പറയാണ്. ഇതൊക്കെ കേട്ടോണ്ട് നോക്കി നിൽക്കാന്നല്ലാണ്ട് കഴിക്കാൻ വേണ്ടി പറ്റാത്തതിന്റെ വിഷമത്തില് സുധീരുടെ അടുത്ത് ചീത്ത വിളിച്ചും കൊണ്ട് ചന്ദ്രയാണെങ്കിൽ ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. ബിരിയാണിയൊക്കെ റെഡിയാക്കിയിട്ട് ഉള്ളിലേക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. എല്ലാവരും കഴിക്കുന്നതിന് മുമ്പായിട്ട് രവിയാണെന്നുണ്ടെങ്കിൽ കഴിക്കാൻ വരുന്നില്ലേ എന്ന് ചോദിക്കുകയാണേ. ഇല്ല ഞാൻ വ്രതത്തിലാണെന്ന് ചന്ദ്ര പറയുന്നുണ്ട്. നീയോ സുധി, ഞാനും വ്രതത്തിലാണ്. അല്ല നിങ്ങൾ എന്തിനാണ് വ്രതം എടുക്കുന്നത്? എല്ലാം നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ്, നമ്മൾ പറയാൻ വേണ്ടി പാടില്ലല്ലോ. അച്ഛാ മറ്റൊന്നും കൊണ്ടല്ല വ്രതം എടുക്കുന്നത്. രേവതി ഇപ്പൊ ബിസിനസ്സിൽ മുന്നേറിക്കൊണ്ടിരിക്കുവാണല്ലോ, അത് അവർക്ക് സഹിക്കുന്നില്ല, അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാതെ മാറി നിൽക്കുന്നത്. ചന്ദ്ര അതിനോണ്ടാണോ നീ കഴിക്കാതിരിക്കുന്നത്? അതൊന്നുമല്ല, ഒരു വഴിപാടാണ്. സുധിക്ക് പുതിയ ഓർഡർ കിട്ടിയല്ലോ, അതിനും കൂടി വേണ്ടിയിട്ടാണ്. എന്തേലൊക്കെ ചെയ്യ്. എന്തായാലും നല്ലൊരു ബിരിയാണി കഴിക്കാനുള്ള യോഗം നിനക്കില്ല, അത്രേ എനിക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് രവി പോകുന്നുണ്ട്. അതിന്റെ പുറകെ തന്നെ ശ്രുതിയും കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോഴേക്ക് ശ്രുതി എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര വിളിക്കുവാണ്. ആന്റി ബിരിയാണിയുടെ സ്മെല്ല് നന്നായിട്ടുണ്ടല്ലേ? അപ്പൊ ശ്രുതി നിനക്ക് വ്രതം ഇല്ലേ? ഇല്ല ആന്റി എനിക്ക് വ്രതമൊന്നുമില്ല, നിങ്ങൾ രണ്ടുപേരും വ്രതം എടുക്കണം എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ജോത്സ്യം പറഞ്ഞത്. അപ്പൊ ശ്രുതി നീ എനിക്ക് വേണ്ടിയിട്ട് വ്രതം എടുക്കില്ലേ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്നുണ്ട്. അതിന് ശ്രുതി നീ എന്റെ പേര് പറയണമായിരുന്നു. എടാ നമുക്ക് വ്രതം ഒരു ദിവസം മാറ്റിയെടുത്താലോ? ഇന്ന് ബിരിയാണി കഴിച്ചിട്ട് നാളെ വ്രതം എടുത്താലോ? അത് അമ്മയെ ദൈവകോപമാകും. വ്രതം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നാളെ ഭക്ഷണം കഴിക്കാം. അമ്മയെ ഞാൻ വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് ബിരിയാണി മേടിച്ചു തരാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ചന്ദ്രമതി അതിലൊന്നും ഒതുങ്ങുന്നില്ലേ. അതിനിടയ്ക്ക് സച്ചിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, അച്ഛാ ആ ലെഗ് പീസ് എടുത്തിട്ട് കഴിക്കുന്നത്. അമ്മയെ ചുമ്മാ ഒന്ന് വെറുകേറ്റ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് സച്ചി അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ ആന്റി എനിക്ക് വിശക്കുന്നുണ്ട്, ഞാൻ പോയി കഴിക്കുക എന്ന് പറഞ്ഞിട്ട് വേഗം പോയിട്ട് കഴിക്കുന്നുണ്ട് അവരുടെ കൂടെ. ഒരിക്കലൊക്കെ കഴിഞ്ഞിട്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മീര ഫോൺ ചെയ്തിട്ട് മീരയ്ക്ക് അരികിലേക്ക് എത്തുവാണ്. ചെന്നോടത്തിന് മീരയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയടി, നീ എന്തിനാണ് പെട്ടെന്ന് തന്നെ വരാൻ വേണ്ടി പറഞ്ഞത്? നിനക്ക് സുഖമില്ലായ്മ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതൊന്നുമല്ല, ഇത് നോക്കും മീരെ, എനിക്ക് ഒരു കാര്യം മനസ്സിലായി, എന്തോ ഒരു പ്രോബ്ലം ആണെന്ന്. അല്ലെങ്കിൽ നീ പെട്ടെന്ന് എന്റെ അടുത്ത് വരാൻ വേണ്ടി പറയില്ലല്ലോ. എന്താണെങ്കിലും നീ കാര്യം പറ എന്ന് പറയുന്നുണ്ട്. ആദ്യം നീ ഉള്ളിലേക്ക് വാ എന്ന് പറഞ്ഞിട്ട് വീട്ടിനുള്ളിലേക്ക് വിളിക്കുവാണ്. ഉള്ളിൽ ചെന്നതിന് ശേഷം ശ്രുതിയാണ് വന്നത്. പുറത്തേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ബീരാൻ വരുന്നുണ്ട് പുറത്തേക്ക്. ബീരാനെ കണ്ടോടത്തിന് ഇവരെന്താ ചെയ്യുന്നത്? ഇവരടുത്ത് ഇങ്ങോട്ട് വരരുത് എന്നുള്ള കാര്യമല്ലേ പറഞ്ഞത്? നീയാണോ ഇയാളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ശ്രുതി. നീ പിടിക്കപ്പെടരുതെന്ന് വിചാരിച്ചിട്ടാണ് അവർ ഇങ്ങോട്ടേക്ക് വന്നത്. എന്താ കാര്യം, എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ശ്രുതി. അത് നിങ്ങൾ തന്നെ പറയാന്നുള്ള കാര്യം ബീരാന്റെ അടുത്ത് മീര പറയുന്നുണ്ട്. ബീരാനാണെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ വീട്ടിൽ ബിരിയാണി ആയിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അതെങ്ങനെ നിങ്ങൾക്ക് അറിയുന്നത്? അല്ല ഇറച്ചി നല്ല സോഫ്റ്റ് പോലെ ഇല്ലായിരുന്നോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എന്റെ വീട്ടിൽ എന്താ ഭക്ഷണം ഉണ്ടാക്കി എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാ അറിയുന്നത്? നിങ്ങൾക്ക് ജോത്സ്യം വല്ലതും അറിയാന്നൊക്കെയാണ് കേട്ടോ ശ്രുതി ചോദിക്കുന്നത്. ജോത്സ്യം അറിയായിരുന്നെങ്കിൽ അവരെന്തിനാണ് ഇറച്ചി കച്ചവടം നടത്തുന്നത്? ഏതെങ്കിലും അമ്പലത്തിന്റെ മുമ്പിൽ പോയി നിന്നിട്ട് ജോത്സ്യം നോക്കില്ലായിരുന്നോ? നീ ചുമ്മാ എന്നെ ദേഷ്യം പിടിപ്പിക്കില്ലേ? നിങ്ങൾക്ക് എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നതെന്ന് ചോദിക്കുവാണേ. രേവതി എന്റെ കടയിൽ നിന്ന് വന്നിട്ടാണ് ഇറച്ചി മേടിച്ചത്. ഇത് കേട്ടിട്ട് ഷോക്കായിട്ട് നിൽക്കുവാണ് കേട്ടോ ശ്രുതി. ഞാനും ഇതേ റിയാക്ഷൻ തന്നെയാണ് അവർക്ക് കൊടുത്തത്. കറക്റ്റ് രേവതി ഇവരുടെ കടയിൽ തന്നെ പോയിട്ട് ഇറച്ചി മേടിച്ചു.
രേവതി എങ്ങനെയാണ് നിങ്ങളുടെ കടയിലേക്ക് വന്നത്? എന്റെ കടയിൽ സ്ഥിരമായിട്ട് ഒരാൾ വരാറുണ്ട് ഇറച്ചി മേടിക്കാൻ വേണ്ടിയിട്ട്. അവരുടെ കൂടെയാണ് രേവതി ഇത്തവണ വന്നത്. അപ്പോൾ രേവതി നിങ്ങളെ കണ്ടോ, എല്ലാം നിങ്ങൾ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു എന്നൊക്കെ ഭയങ്കര ടെൻഷനോട് കൂടിയിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥ വരുമായിരുന്നു. എന്നാ രേവതിയുടെ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് രേവതി അപ്പുറത്ത് നിന്ന് ഫോൺ ചെയ്യായിരുന്നു. രേവതിയെ കണ്ടോടനെ തന്നെ ഞാൻ ടവൽ എടുത്തിട്ട് എന്റെ മുഖം മറച്ചു. നിങ്ങൾ പറയുന്നത് സത്യം തന്നെയാണോ? അവള് നിങ്ങളെ കണ്ടില്ലേന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് സത്യമാണ്. എന്തോ ദൈവഭാഗ്യം കൊണ്ട് ഇത്തവണ അവൾ എന്നെ കണ്ടില്ല. അപ്പോ രേവതി നിങ്ങളെ കണ്ടില്ലല്ലേ? ഹാവു സമാധാനം. കണ്ടില്ലടി എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ആശ്വസിക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതി. എടി ഇതുവരെ കേൾക്കാൻ നല്ല രസമുണ്ട്. ഇതിനുള്ള ശേഷമുള്ള കാര്യം കൂടി ഇവര് പറയും, അതും കൂടി നീ കേക്ക്. ഇത് കേട്ട് ബീരാനാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ആരടുത്തും കള്ളം പറയരുതെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. എന്തിന് ഇറച്ചിയാണെങ്കിൽ പോലും നല്ലത് മാത്രമേ കൊടുക്കാറുള്ളൂ. മോശപ്പെട്ടതൊക്കെ എടുത്ത് എറിഞ്ഞിട്ട് നല്ല സാധനങ്ങൾ മാത്രമേ കസ്റ്റമേഴ്സിന് കൊടുക്കാറുള്ളൂ. എന്നാൽ എന്റെ ജീവിതത്തിൽ ഞാൻ കള്ളം പറഞ്ഞത് നിനക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ഇന്ന് ഞാൻ രേവതിന് മുമ്പിൽ പിടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയും വർഷമായിട്ട് ഞാൻ ചേർത്ത് വെച്ചിരുന്ന മാനവും മര്യാദയും എല്ലാം പോവായിരുന്നു. എന്തായാലും അവിടുന്ന് തന്നെ ഇറച്ചി മേടിക്കാൻ വേണ്ടിയിട്ട് ഞാനും പറഞ്ഞിട്ടുണ്ട്. അവള് വീണ്ടും അങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, ആ ഏരിയയിൽ നിന്ന് നിങ്ങളുടെ കട ഒഴിവാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. നീ എന്ത് വർത്താനാ ശ്രുതി പറയുന്നത്? ഇത്രയും നാളായിട്ട് ഞാൻ ആ ഏരിയയിലാണ് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അഭിനയിച്ചത്. അങ്ങനത്തെ എന്നോട് നീ അവിടുന്ന് കട കാലിയാക്കാൻ വേണ്ടി പറയുന്നു. അത് അവള് വീണ്ടും വരും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് തന്നെയാണ് എന്റെയും ഭയം. എന്റെ കടയിലേക്ക് ഒരു തവണ വന്ന ആൾക്കാരെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. കാരണം അവിടുത്തെ സാധനങ്ങളൊക്കെ അത്രയും ക്വാളിറ്റി ആയിരിക്കും. വീണ്ടും രേവതി എന്റെ കടയിലേക്ക് വന്നാലോ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത് കട അവിടുന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. അതെങ്ങനെ ശ്രുതി സാധിക്കുന്നത്? എന്റെ കുടുംബക്കാരും കൂട്ടക്കാരും ഫ്രണ്ട്സും ബന്ധുക്കളും എല്ലാവരും അവിടെയാണ് ഉള്ളത്. അങ്ങനെ അവിടുന്ന് എനിക്ക് പോകാനൊന്നും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ കുറച്ച് നാളത്തേക്ക് കട അടച്ചിടാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ എന്റെ കുടുംബം പട്ടിണിയാക്കാനാണോ നിന്റെ പരിപാടി? അതൊന്നും ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല. ഇന്ന് ഞാൻ ശരിക്കും പെട്ടുപോയി. നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് രേവതി ഇനി അങ്ങോട്ടേക്ക് വരാതെ ആക്കാനുള്ള വഴി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബീരാൻ തിരിച്ച് ശ്രുതിയുടെ അടുത്ത് പറയുന്നത്. അത് പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നത്. ഇതുപോലെ രേവതി വീണ്ടും എന്റെ കടയിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിതുപോലെ രക്ഷപ്പെടാൻ വേണ്ടി പറ്റിയെന്ന് വരില്ല. അതും സച്ചിയും കൂടി കൂട്ടിയിട്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. എന്താകുന്നുള്ള കാര്യം നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് കേട്ടിട്ട് ശ്രുതി ഇങ്ങനെ ഷോക്ക് അടിച്ചതുപോലെ ഇങ്ങനെ നിൽക്കുവാണ്. സച്ചിയും കൂട്ടിക്കൊണ്ടാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കടയിൽ വെച്ചിട്ട് നിങ്ങളെ തന്നെ ഇറച്ചി വെട്ടുന്നത് പോലെ സച്ചി വെട്ടു എന്ന് മീര പറയുന്നുണ്ട്. അതാണ് എന്റെയും ഭയം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോ തീവ്രവാദിയെ പോലെ പതുങ്ങിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ടൊക്കെ നിങ്ങളടുത്തൊരു കാര്യം പറഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ചും കൂടിയാണ് ഞാൻ വന്നത്. എന്താണെന്ന കാര്യം ശ്രുതി ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഞാനൊരു കള്ളം പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷെ അതിന് വേണ്ടിയിട്ട് എനിക്കിങ്ങനെ ഓട്ടം ഓടാനൊന്നും പറ്റില്ല. അത് എന്റെ ജീവിതത്തിനും അതുപോലെ തന്നെ എന്റെ കച്ചവടത്തിനൊക്കെ എതിരായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് നിങ്ങളെ ഒരിക്കലും രക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഞാൻ പിടിക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സച്ചിയുടെ അടുത്തും രേവതിയുടെ അടുത്തും സത്യം തുറന്ന് പറയേണ്ടി വരും എന്നൊക്കെ ബീരാൻ പറയുന്നുണ്ട്. ഇത് കേട്ട് നമ്മുടെ ശ്രുതി ഷോക്കടിച്ച പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന് കമന്റ് ചെയ്യണേ. താങ്ക്